ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹമ്മദ് നിഹാൽ. ഓക്കെ, കറന്റ് ഞാനിപ്പോൾ HR ആൻഡ് പേറോൾ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഫിറ്റ്മേ ജോബിൽ വർക്ക് ചെയ്യാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് പേറോൾ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, ഏകദേശം ഫ്രീലാൻസ് വർക്കുകളാണ് മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്ത് ചെയ്യാറുള്ളത്. ഫ്രീലാൻസ് ആയിട്ട് ഇപ്പോൾ ഏകദേശം 17 കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പേറോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, കേരളത്തിലെ പല പല കമ്പനികളിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്നെ കുറിച്ചുള്ള കാര്യം അറിയേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനും MBA HR ആൻഡ് മാർക്കറ്റിംഗ് കഴിഞ്ഞതാണ്. ഓക്കെ, ഇപ്പൊ 3 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. ലൊക്കേഷൻ മലപ്പുറമാണ് ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ കുറിച്ചുള്ള എന്റെ കാര്യങ്ങൾ. ഞാൻ ഫസ്റ്റ് പറഞ്ഞു തന്നാണ്. 3 വർഷമായിട്ടാണ് ഇപ്പൊ പേറോൾ പ്രോസസ് ചെയ്ത് തുടങ്ങിയിട്ടും ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 17 കമ്പനികളാണ് ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ എൻ്റെ ഫ്രീലാൻസ് ക്ലയന്റുകളായിട്ട് നിലവിലുള്ളത്. അതുപോലെ ഞങ്ങളിപ്പോൾ അക്കാദമിക് വർക്ക്സിലും ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേറോളിന്റെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു എൻക്വയറിക്കാണ് നിങ്ങളൊക്കെ എത്തിയിട്ടുണ്ടാവുക. അതിന്റെ മുഖാന്തരമാണ് ഗ്രൂപ്പിലോട്ടും ഒക്കെ നിങ്ങൾ എത്തിയിട്ടുണ്ടാവുക. എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഓക്കെ അല്ലേ? നമ്മളൊക്കെ ഈ ഒരു കോഴ്സ് തന്നെ ജോയിൻ ചെയ്യാന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടായിരിക്കും നിങ്ങളൊക്കെ എൻക്വയറി നടത്തിയിട്ടുണ്ടാവുക. പല ആളുകളും നമ്മുടെ ടീം നിങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ചില സെക്ഷൻസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തന്ന ആളുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഈ സെക്ഷനിൽ കവർ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് തന്നെയാണ്. ഫസ്റ്റ് ഞങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത് കോഴ്സിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, എന്താണ് ഈ കോഴ്സ്, അതിനാണല്ലോ നിങ്ങളൊക്കെ എൻക്വയറി ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയും. പിന്നീട് നമ്മളിപ്പോൾ ജനറൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ നടത്തും. ഓക്കെ. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആൻഡ് UAE പേറോൾ പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ് ആണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയും UAEയിലുള്ള പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ് ആണ്. അതായത് ഇന്ത്യ പ്ലസ് UAE പേറോൾ ആൻഡ് ലേബർ ലോ പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ് ആണ് ഈ കോഴ്സിന്റെ പേര് തന്നെ വരുന്നത്. ഓക്കെ, പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഇത് പേറോൾ ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഈ പേറോൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലി ആണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഏത് കമ്പനിയിൽ പോയാലും നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടിക്കൽ ആയിട്ടാണ് പേറോൾ ചെയ്യുക. ഓക്കെ, അപ്പൊ പ്രാക്ടിക്കൽ ആയിട്ട് പേറോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ പേറോൾ കൃത്യമായിട്ട് ചെയ്യുക, അതിനാണ് ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ നിങ്ങൾ പഠിക്കണം എന്നുള്ളതും, എന്തൊക്കെയാണ് നിങ്ങൾ അതിന് വേണ്ടി ചെയ്യേണ്ടതെന്നുള്ളതും, എന്തൊക്കെ ടാസ്കുകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകേണ്ടതെന്നുള്ളതൊക്കെ ഞങ്ങൾ എന്തുണ്ട് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കോഴ്സ് ഡിസൈൻ ചെയ്ത് 3 മാസം ഞങ്ങൾ ഒരു ടീമിനെ പഠിപ്പിച്ച് അവർ ഓക്കെ ആണെന്ന് പറഞ്ഞ് ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയതിനു ശേഷം ആണ് ഞങ്ങൾ മാർക്കറ്റിലോട്ട് ഈ ഒരു കോഴ്സ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാരണം നമ്മൾ രണ്ട് രാജ്യത്തിന്റെ കേസുകളാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെതും, അതുപോലെ UAE എന്ന് പറയുന്നത് ദുബായ് അഥവാ UAE കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കോഴ്സിൽ പഠിപ്പിച്ച് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ആഡ് ചിലപ്പോൾ 15 ദിവസത്തെ ഒരു കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഡ് ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഫസ്റ്റ് തന്നെ ഞാൻ മനസ്സിലാക്കി തരികയാണ്, ഈ ഒരു കോഴ്സ് ഏകദേശം 1 മന്ത് ആണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, 1 മാസത്തെ കോഴ്സാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫീസ് ഒന്നും മാറുന്നില്ല, നിങ്ങളോട് പറഞ്ഞ ഫീസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ 1 മാസമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് 1 മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. 1 മാസം പഠിച്ചാലാണ് ഇത് തീരുള്ളൂ. ഓക്കെ, 1 മാസം നിങ്ങൾ കവർ ചെയ്യണം. കാരണം നമ്മൾ പറഞ്ഞു ഇത് പ്രാക്ടിക്കൽ ആണ്, പിന്നെ ഓൺലൈനിലാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ 1 മാസത്തെ ട്രെയിനിങ് എടുത്തത്. 1 മാസം കൊണ്ടാണ് ഞങ്ങൾ ഇത് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുക. ഡെയിലി നമുക്ക് ഏകദേശം 1.5 hours ക്ലാസ്സുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു സെക്ഷൻ ഡെയിലി കവർ ചെയ്ത് പോയിട്ടാണ് നമ്മൾ 1 മാസം കൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ രണ്ട് രാജ്യത്തിന്റെ കേസുകളാണ് പഠിക്കുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞ നമ്മുടെ രാജ്യത്തിന്റെ, അതുപോലെ UAE എന്ന് പറഞ്ഞ രാജ്യത്തിന്റെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെയാണ് സിലബസുകൾ എന്നുള്ളതും എന്തൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇന്ത്യൻ സിലബസ് ആണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഏറ്റവും ബേസ് ആയിട്ട്, അതായത് പേറോൾ എന്താണെന്ന് പോലും അറിയാതെ വരുന്ന ഒരു കുട്ടിക്ക് അതിന്റെ ഒരു അഡ്വാൻസ് ലെവലിലോട്ട് എത്തിക്കുക. ഓക്കെ, ബേസ് മുതൽ അഡ്വാൻസ് ലെവലിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ കോഴ്സിന്റെ ലക്ഷ്യം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് പേറോൾ എന്ന് ചോദിച്ചിട്ടാണ്. ഓക്കെ, വാട്ട് ഈസ് പേറോൾ എന്നുള്ളതും, അതുപോലെ ഏറ്റവും ബേസ് ആയിട്ട് ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ടതാണ് ഗ്രോസ് പേ എന്താണ്, നെറ്റ് പേ എന്താണ്, CTC എന്താണ്, പേറോൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യും, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഡേ ബൈ ഡേ സിലബസ് തന്നെ ഞങ്ങൾ
ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, പേറോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, ഇത് ഏറ്റവും കൂടുതൽ ലേബർ ലോവുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഒരു സാധനമാണ് പേറോൾ എന്ന് പറഞ്ഞത്. ഓക്കെ, ലേബർ ലോവുമായിട്ട് വളരെയധികം ലിങ്ക് ചെയ്ത് കിടക്കുന്നതാണ് ഈ ഒരു പേറോൾ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ലേബർ ലോ പഠിക്കാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് പേറോൾ പ്രോസസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ കൃത്യമായിട്ട് ലേബർ ലോ, അതായത് പേറോളിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഏകദേശം 14 ലേബർ ലോ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. 14 ലേബർ ആക്ടുകൾ പഠിച്ചാലാണ് കൃത്യമായിട്ട് നമുക്ക് പേറോൾ പ്രോസസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇന്ത്യന്റെ കേസിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 14 ലേബർ ആർട്ടിക്കിൾസ് എങ്ങനെ പഠിക്കും? അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഇട്ടിട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ ആർട്ടിക്കിൾസ് ബേസ് ചെയ്ത് കൃത്യമായിട്ട് അതിന്റെ ഫംഗ്ഷനാലിറ്റി എങ്ങനെയാണ്, അതിന് എത്ര അപ്ലിക്കബിൾസ് എങ്ങനെയാണ്, അതിന്റെ കാറ്റഗറീസ് എങ്ങനെയൊക്കെയാണ്, എങ്ങനെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഏത് ആക്ടിന്റെ ബേസിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആരുടെ അണ്ടറിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്, ഏത് വെബ്സൈറ്റിലാണ് ഇത് ചെയ്യേണ്ടത്, ഇങ്ങനെ A to Z കാര്യങ്ങൾ കൃത്യമായിട്ട് ലേബർ ലോ നിങ്ങൾക്ക് ഒരാഴ്ച നീളുന്ന ലേബർ ലോന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. ഓക്കെ, 1 വീക്കിന്റെ തന്നെ ലേബർ ലോ ക്ലാസ്സുകളാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൽ പോവുക. ഈ ലേബർ ലോ അറിഞ്ഞ ആളുകൾക്ക് മാത്രമാണ് കൃത്യമായിട്ട് ഒരു കമ്പനിയിൽ ആയിട്ട് ഇരിക്കാനും കൃത്യമായിട്ട് നമ്മൾ എംപ്ലോയീസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതും എംപ്ലോയീസിനോട് എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതും അങ്ങനെ കൃത്യമായിട്ട് ലോപരമായിട്ട് ഒരു കമ്പനി എങ്ങനെ റൺ ചെയ്യണം എന്നുള്ള കേസ് ഈ ഒരു ലേബർ ലോ പഠിക്കുന്നതോട് കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ അതിൽ തന്നെ നമുക്ക് ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. ഫാക്ടറീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആണ് നമ്മൾ പേറോൾ പ്രോസസ് ചെയ്യുന്നത്. അതുപോലെ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി ആണെന്ന് അതിൽ ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നാലേ ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കോഴ്സ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 1 മന്തിന്റെ കോഴ്സ് ആക്കി മാറ്റിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്ക് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നുമാണെന്ത്, ഈ PF-ഉം ESI ഉണ്ടോ എന്നുള്ളതാണ് അധികം ആളുകളും ചോദിക്കുന്നത്. അത് അഫ്കോഴ്സ് അത് കൃത്യമായിട്ടുണ്ട്, അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് എന്താണെന്നില്ല പഠിപ്പിച്ച് മാത്രം പോരാ. കാരണം PF-ഉം ESI ഒക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പോർട്ടലിൽ കയറിയിട്ട് നിങ്ങളൊക്കെ തന്നെ ഫയൽ ചെയ്ത് കൊടുക്കണം. ഗവൺമെന്റിന്റെ പോർട്ടലിൽ കയറിയിട്ട് എങ്ങനെയാണ് ഇത് ഫയൽ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഞങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിന്റെയൊക്കെ സോഫ്റ്റ്വെയർ ഓൺ ബിൽഡ് ആയിട്ട് ഞങ്ങൾ തന്നെ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഗവൺമെന്റ് വെബ്സൈറ്റ് പോലെ തന്നെ അതേപോലെ തന്നെ ഡെമോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പഠിക്കാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന രീതിയിലാണ് നമ്മൾ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ അതിലുള്ളത് ആ ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ സോഫ്റ്റ്വെയർ മാത്രം പർച്ചേസ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു എമൗണ്ട് വരും പുറത്തുനിന്നൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡെമോ സോഫ്റ്റ്വെയർ പോലും. ഓക്കെ, അല്ല ഒറിജിനൽ വെബ്സൈറ്റിൽ ഒരാളും നിങ്ങൾ പഠിപ്പിച്ചു തരാൻ കഴിയില്ല. കാരണം ഒറിജിനൽ വെബ്സൈറ്റ് അത്രയും സെക്യൂർഡ് ആണ്. ഓക്കെ, നമ്മുടെ കമ്പനിയുടെ ഡാറ്റയും അതുപോലെ പാനും ടാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടാണ് നമ്മൾ ഒറിജിനൽ വെബ്സൈറ്റിനുള്ളിലോട്ട് കയറാൻ തന്നെ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ അതേപോലത്തെ ഡെമോ സെക്ഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ പോയിട്ട് ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് കയറി നിങ്ങൾ മിസ്റ്റേക്ക് വരുത്താതെ തന്നെ കൃത്യമായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അതുപോലെ പിന്നെ നമുക്ക് അടുത്ത് വരുന്നതാണ്, ഇതിൽ തന്നെ വരുന്നതാണ് നമുക്കത് ലേബർ വെൽഫെയർ ഫണ്ട്, അതുപോലെ എന്താണ് ESI. ഇതിന്റെയൊക്കെ വെബ്സൈറ്റിൽ കയറി കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, പിന്നെ TDS ഉണ്ട്, അതുപോലെ ടാക്സേഷൻ ഉണ്ട്, ബോണസ് ഉണ്ട്, ഗ്രാറ്റുവിറ്റി ഉണ്ട്, ഇന്ത്യൻ ലേബർ കോഡ് ഉണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ ഇതിൽ കവർ ചെയ്ത് പോകുന്നുണ്ടെന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിൽ കൃത്യമായിട്ട് കവർ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് പ്രാക്ടിക്കലി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ ഉറപ്പ് തരുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് UAE സെക്ഷൻ. UAE സെക്ഷൻ ഇതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. UAE ഏകദേശം 74 ആർട്ടിക്കിൾസ് ആണുള്ളത്. ഓക്കെ, 74 ആർട്ടിക്കിൾസ് ആണ് UAE സെക്ഷനിൽ കവർ ചെയ്യേണ്ടത്. ഈ 74 ആർട്ടിക്കിളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പേറോളുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഏകദേശം 40ഓളം ആർട്ടിക്കിളാണ് പേറോളുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നത്. ഈ 40ഓളം ആർട്ടിക്കിൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചാലാണ് പേറോൾ പ്രോസസ് ചെയ്യാൻ കഴിയുള്ളൂ. UAE എൻ്റെ ഡിഫറെന്റ് ആണ്. UAE നിങ്ങൾക്കറിയാം നമ്മുടെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ മൊഹറ ഉണ്ട്, മൊഹറ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമറൈസേഷൻ. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതുപോലെ WPS വഴിയാണ് നമ്മൾ സാലറി പ്രോസസ് ചെയ്യുക, ഇതെങ്ങനെ ചെയ്യണം, ഇങ്ങനെ A to Z കാര്യങ്ങൾ UAE ലേബർ ലോ. UAE ജോലി കിട്ടുന്ന ലേബർ ലോ മസ്റ്റ് ആണ്. ഓക്കെ, അവർ ഫസ്റ്റ് എല്ലാ ജോബ് ഏത് ജോബ് ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിയാലും ഫസ്റ്റ് പറയുന്നുണ്ട് ജോബിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ലേബർ ലോ അറിയാന്നുള്ളതാണ്. അപ്പൊ ആ ലേബർ ലോ കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്, കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിന് കൃത്യമായിട്ട് സ്ലൈഡും PPTസും അതുപോലെ PDF ഒക്കെ കാണിച്ച് നിങ്ങൾക്ക് റിയൽ ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട് എന്താണെന്നുള്ളത്. ഓക്കെ, അതുപോലെ ഓപ്പറേഷൻസിന്റെ കാര്യങ്ങൾ, UAEയുടെ ലേബറുമായിട്ട് മറ്റു ബന്ധപ്പെട്ട എത്ര വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണ്, പ്രൊബേഷൻ പീരീഡ് എങ്ങനെയാണ്, നോട്ടീസ് പീരീഡ് എങ്ങനെയാണ് ഹയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ A to Z കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ലേബർ ലോയിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ SIF ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, WPS ക്രിയേറ്റ് ചെയ്യുന്നു, ഡിജിറ്റൽ പേറോൾ വാലിഡേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട്. പിന്നെ നമുക്ക് അടുത്തതാണ് നമ്മൾ വരുന്നതാണ് നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട്. പ്രാക്ടിക്കൽ സെക്ഷനിൽ നമ്മൾ എന്താണ് ഓട്ടോമേഷൻ ഉണ്ട്, എങ്ങനെയാണ് എക്സലിൽ സാലറി രജിസ്റ്റർ കീപ്പ് ചെയ്യുക, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്, അതിന്റെ ഫോർമുലാസ് എങ്ങനെയൊക്കെയാണ്. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും കമ്പനിയിൽ 1000-1000 ആളുകളുണ്ട്. ഇവർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സാലറി സ്ലിപ്പ് സെൻഡ് ചെയ്യുക.
ഓക്കെ, ഓരോരുത്തർക്കായിട്ട് നമ്മൾ അടയ്ക്കാൻ ഒരുപാട് ടൈം എടുക്കും. ഇത് ഒറ്റ ക്ലിക്കിൽ എല്ലാ എംപ്ലോയീസിനും അങ്ങനെ സാലറി സ്ലിപ്പ് പോകുന്നുള്ളത്. അതിന്റെ മെത്തേഡുകളുണ്ട്, മെയിൽ മെർജിങ്, VBA, അതുപോലെ VLOOKUP. ഇതൊക്കെ എക്സൽ മെത്തേഡ്സ് ആണ്. ഈ എക്സൽ മെത്തേഡ്സ് അതുപോലെ എക്സൽ ഓട്ടോമേഷൻസ് എങ്ങനെയൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സൽ ട്രെയിനിങ് തന്നെ പോകുന്നുണ്ട് ഇതിന്റെ കൂടെ. പിന്നെ ഞാൻ നിങ്ങൾ ഇതിൽ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്ത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് സോഹോ പേറോൾ, ഈ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും യൂസ് ചെയ്യുന്ന ഒരു പേറോൾ സോഫ്റ്റ്വെയർ ആണ് സോഹോ പേറോൾ എന്ന് പറയുന്നത്. ഈ സോഹോ പേറോൾ എങ്ങനെയാണ് ഒരു കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, അതെങ്ങനെയാണ് നമ്മൾ റണ്ണിങ് കണ്ടീഷനിലോട്ട് എത്തിക്കുക, എങ്ങനെയാണ് സോഹോ പേറോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പേറോൾ പ്രോസസ് ചെയ്യുക, സോഹോ പേറോളിലൂടെ എങ്ങനെയാണ് എംപ്ലോയിനെ ആഡ് ചെയ്യുക, എങ്ങനെയാണ് റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ചെയ്യുക. ഓക്കെ, ഇങ്ങനെ A to Z കാര്യങ്ങൾ എന്തുണ്ട് നമ്മൾ ഈ സോഫ്റ്റ്വെയറുമായിട്ടും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു സോഫ്റ്റ്വെയറും കിട്ടും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഒരു എക്സൽ ഫയലും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ വരെ ലൈവ് ക്ലാസ് ആണ് വരാൻ പോകുന്നത്. മൺഡേ ടു ഫ്രൈഡേ ലൈവ് ക്ലാസ്, ഡെയിലി 1.5 hours ആണ് സെക്ഷൻ വരുന്നത്. പിന്നെ സാറ്റർഡേ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. എന്താണ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ എന്ന് പറഞ്ഞാൽ 1-on-1 ഡൗട്ട് ക്ലിയറിംഗ് ആണ്. ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് മെന്റർ ഇരുന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും എന്താണ് നിങ്ങളുടെ ഡൗട്ട്. അതൊക്കെ ഓരോരുത്തർക്കായിട്ട് എന്ത് ചെയ്യുന്നു ക്ലിയർ ചെയ്ത് പഠിപ്പിച്ചു തരും. എവിടെയാണ് നിങ്ങൾക്ക് ഇഷ്യൂ വന്നത്, എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്, അതൊക്കെ സാറ്റർഡേ നിങ്ങൾക്ക് ഇരുന്ന് കൃത്യമായിട്ട് അതിൻ്റെയൊക്കെ എന്ത് ചെയ്തു നമുക്കൊരു റിവ്യൂ പോലെ കണ്ടക്ട് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, മൺഡേ ടു ഫ്രൈഡേ ലൈവ് ക്ലാസ് ഉണ്ടാവും, സാറ്റർഡേ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് മെന്ററും നിങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം, നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷൻസും ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഡെയിലി ക്ലാസ് എടുക്കാൻ പോകുന്നത് സൂം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിന്റെ റെക്കോർഡഡ് സെക്ഷൻ ആക്സസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിന്റെ റെക്കോർഡ് സെക്ഷന്റെ ആക്സസും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ റെക്കോർഡ് സെക്ഷൻ നിങ്ങൾക്ക് ലൈഫ് ടൈം ആയിട്ട് കിട്ടും. കൃത്യമായിട്ട് ഓരോ ക്ലാസ് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിന്റെ റെക്കോർഡ് സെക്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത് വരുന്നതാണത് ഇതിന്റെ രണ്ട് സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ട് സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത് ഓരോ ക്ലാസിന്റെ നോട്ട്സ് ഇതുപോലെ PPTs കൃത്യമായിട്ട് PDF ആക്കിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതുമില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ ക്ലാസിന്റെയും നോട്ട്സ് കിട്ടും. നിങ്ങൾക്ക് റെഫർ ചെയ്യാനും ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരാനുണ്ടെങ്കിൽ അപ്പോഴൊക്കെ റെഫർ ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെയൊക്കെ നോട്ട്സ് ഞങ്ങൾ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ട് സർട്ടിഫിക്കറ്റ്സ് ആണ് ഞങ്ങൾ ഈ കോഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ട് സർട്ടിഫിക്കറ്റ്സ്. എന്താണ് രണ്ട് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യാനാണ്. ഓക്കെ, നിങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യാം. മറ്റൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇന്റർവ്യൂവിൽ ഹാജരാക്കേണ്ട. അതിൽ എത്ര മണിക്കൂറാണ് നിങ്ങൾ വർക്ക്, എത്ര മണിക്കൂർ ക്ലാസ് കണ്ടു എന്നുള്ളത്, എത്ര നിങ്ങൾ ഗ്രേഡ് എന്താണെന്നുള്ളത് ഇങ്ങനെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓരോ സിലബസ് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ റിവ്യൂ എടുക്കും. എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നത്, എന്താണ് നിങ്ങൾ പഠിച്ചത്, എന്താണ് മനസ്സിലാവാത്തത്, ഏത് സെക്ഷനാണ് കൂടുതൽ എടുത്തു തരേണ്ടത്, അങ്ങനെ ഓരോന്നിനും എന്തുണ്ടാവും. നമ്മൾ ഓരോ സിലബസ് കഴിയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ റിവ്യൂ കണ്ടക്ട് ചെയ്യും. ഓക്കെ, അതിന്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് ഗ്രേഡ് ഒക്കെ ഫിക്സ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത് പറയുന്നതാണ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് നമ്മൾ സോഹോ പീപ്പിൾ എന്ന് പറയുന്ന സോഹോ പീപ്പിളിന്റെ ഒരു റെക്കോർഡഡ് സെക്ഷൻ ഞങ്ങൾ നിങ്ങൾക്ക് ആക്സസ് തരുന്നതാണ്. ഓക്കെ, സോഹോ പീപ്പിൾ എന്ന് പറഞ്ഞാൽ HRM സോഫ്റ്റ്വെയർ ആണ്. ഈ HRM സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അതിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള ഒരു 1 hour സെക്ഷന്റെ എന്തുണ്ട് റെക്കോർഡഡ് സെക്ഷനും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് ഇൻഡിവിജ്വൽ ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1000 എബോ പോകുന്നതാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും തരുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിന്റെ പ്ലേസ്മെന്റ് ഗ്രൂപ്പാണ് അടുത്ത് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒഫീഷ്യൽ പ്ലേസ്മെന്റ് ഗ്രൂപ്പിലോട്ട് നിങ്ങളെയും ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അവിടെ നമുക്ക് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ആ വേക്കൻസീസ് നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് പ്ലേസ്മെന്റ് ഗ്രൂപ്പിലോട്ടുള്ള സപ്പോർട്ട് തരുന്നത്. പിന്നെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാലും നമ്മുടെ ഈ ലേബർ ലോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഗവൺമെന്റ് ഇടയ്ക്കിടയ്ക്ക് ലേബർ ലോ ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ലേബർ ലോ ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ അപ്ഡേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നില്ലതാണ്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ പോയാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ അപ്ഡേഷൻസ് ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തൊക്കെ മാറ്റങ്ങളാണ് പുതുതായിട്ട് വരുന്നത്, ഇപ്പൊ EPFO എന്തെങ്കിലും മാറ്റം വരികയാണ്, ESI എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അതുപോലെ UAE ലേബർ ലോയിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. UAE ലേബർ ലോ എങ്ങനെയാണ്, കോൺട്രാക്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യും, റിയൽ ആയിട്ടുള്ള കോൺട്രാക്റ്റുകൾ കാണിച്ചു തരും. ഓക്കെ, ഇങ്ങനെ കൃത്യമായിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങളെ. അതുപോലെ മിനിമം വേജ് ആക്ട് എന്താണ്, അതുപോലെ എന്താണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, ഇതിന്റെ കൃത്യമായിട്ടുള്ള ഗവൺമെന്റ് ഡോക്യുമെന്റ്സ് ആണ്. ഗവൺമെന്റ് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾക്കുമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും ഷെയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ഓരോന്നിനും എന്തൊക്കെയാണ് കേസുകൾ വരുന്നത്, എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ചെയ്യേണ്ടതെന്നില്ല, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ഞങ്ങൾ ഈ ഒരു 30 ദിവസം കൊണ്ട് ഈ ഒരു രണ്ട് രാജ്യത്തിൻ്റെത് രണ്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ലൈഫ് ടൈം ആക്സസ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ,
ഓക്കെ, ഇതൊക്കെയാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു അപ്സ്കില്ലിംഗ് കോഴ്സാണ്. നിങ്ങൾ നിലവിലൊക്കെ HR ആയിട്ടും അക്കൗണ്ട്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. അവർക്ക് ഒന്നും കൂടി അവരുടെ സ്കില്ല് മെച്ചപ്പെടുത്താനും കൂടുതൽ ഓപ്പർച്യൂണിറ്റികൾ അവർക്ക് മാറിപ്പോവാനും അത് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ലഭിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഓൾറെഡി ബേസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ബേസ് ആയിട്ട് ഒന്നും അറിയാത്ത ഒരു കുട്ടിക്ക് ഇത് പഠിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അഡ്വാൻസ് ലെവൽ വരെ ചെയ്യാനുള്ള ഒരു കോഴ്സാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഞങ്ങൾ ഓൾറെഡി പഠിച്ച് നോക്കിയതാണ്. ഓക്കെ ആയിട്ടാണ് ഞങ്ങളിത് മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം 200ഓളം ആളുകൾ ഇപ്പൊ കഴിഞ്ഞ കുറെ ബാച്ചുകളായിട്ട് ഞങ്ങൾ പഠിച്ചിറക്കിയിട്ടുണ്ട്. ഓക്കെ, പേറോൾ കോഴ്സിന് ഇത്രയും ചെറിയ റൈറ്റിൽ ഇത്രയും നല്ല ഫെസിലിറ്റിയോട് ഒരു മാസത്തെ ട്രെയിനിങ്, അത് 2 രാജ്യത്തിന്റെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്, സൊഹോ സോഫ്റ്റ്വെയർ. അതുപോലെ നമുക്കറിയാം ഈ ഗവൺമെന്റ് വെബ്സൈറ്റ് ഒക്കെ സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചും അതുപോലെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് പഠിച്ചും നിങ്ങൾക്ക് ഇത് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കാരണം തന്നെ ഒരുപാട് ബാച്ചുകൾ ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഓരോ മാസത്തിലോട്ടും ഒരു ബാച്ചിലോട്ടും നമ്മൾ 10 കുട്ടികളെയാണ് എടുക്കുക അപ്പോൾ. കാരണം ഒരുപാട് കുട്ടികളെടുത്താൽ നമുക്ക് പഠിപ്പിച്ച് തീർക്കാൻ കഴിയില്ല. ഒന്നാമത് പ്രാക്ടിക്കൽ ആയിട്ട് ലൈവിലാണല്ലോ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ആളുകളെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കോഴ്സിൽ നമുക്ക് മാക്സിമം ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് കാരണം തന്നെ 10 ആളുകളെയാണ് ഒരു ബാച്ചിലോട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൃത്യമായിട്ട് അഡ്മിഷൻസ് ഒക്കെ തരിക. നിങ്ങളുടെ അഡ്മിഷൻ കൗൺസിലേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞു തരാനുണ്ടായിരുന്നത്. അപ്പൊ അത് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു തന്നു. ഇനി നിങ്ങളെ ഡൗട്ടുകളും അതിനു മുമ്പ് ഞാൻ ഇതിന്റെ ഞങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് ESIയുടെ ഒക്കെ ഒഫീഷ്യൽ ആയിട്ടുള്ള എന്ത് ഒഫീഷ്യൽ പോർട്ടലാണിത്. ഓക്കെ, ESIയുടെ ഒഫീഷ്യൽ പോർട്ടലാണ് ഈ കാണുന്നത്. ഇതുപോലെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോർട്ടലാണ് ഇത്. ഓക്കെ, ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പോർട്ടൽ. ഓക്കെ, ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇതിലോട്ട് ഇപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്ത് കൃത്യമായിട്ട് ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിലും പ്രോസസ്സ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് EPFOന്റെ പോർട്ടൽസിൽ നമുക്ക് എന്താണ് കൃത്യമായിട്ട് പോർട്ടൽസിലോട്ട് നമുക്ക് കയറിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഓക്കെ, അതുപോലെ ലേബർ വെൽഫെയർ ഫണ്ടിന്റെ ബോർഡിന്റെ അതിലോട്ട് ഇതിലൂടെ നമുക്ക് കൃത്യമായിട്ട് ആക്സസും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിലാണ് ഈ ഒരു കോഴ്സിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സോഹോ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇതിൽ പഠിപ്പിച്ചു തരുന്നത് പറഞ്ഞു ഓൾറെഡി അല്ലേ. സോഹോന്റെ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഈ ഒരു കോഴ്സിന്റെ ഓവറോൾ സ്ട്രക്ചർ ഉള്ളത്. ഓക്കെ, നിങ്ങൾ അന്വേഷിച്ച് നടന്ന കോഴ്സ് ഇത് തന്നെയാണോ, അതോ നിങ്ങൾ ഇതിനേക്കാൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അറിയേണ്ടത്. പിന്നെ നമ്മൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പെട്ടെന്ന് കേട്ട് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ കുറെ ആളുകൾ ഡെമോ സെക്ഷൻ പകുതി സെക്ഷനിൽ കയറട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അയക്കാറില്ല. കാരണം അതൊരിക്കലും അവർക്ക് അഫോർഡ് ചെയ്യാൻ കൃത്യമായിട്ട് മനസ്സിലാവില്ല. കാരണം ഇതിന് സ്ട്രക്ചേർഡ് വേല പഠിച്ചു വരാതെ ഇതൊരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം അതൊരു ബേസ് മുതൽ ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് ഓരോ ദിവസവും ഓരോന്ന് പഠിപ്പിച്ച് കൃത്യമായിട്ട് വന്നാലാണ് ഈ ഒരു ക്ലാസ് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ദിവസം എന്തെങ്കിലും എടുത്ത് പഠിപ്പിച്ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇതിന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്നിന്റെ ബാക്കിയാണ് അടുത്ത ക്ലാസ് ഉണ്ടാവുക. അപ്പൊ കൃത്യമായിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്ത് പഠിച്ചു വന്നവർക്ക് മാത്രമേ ഈ ഒരു കോഴ്സിൽ തുടർന്ന് പോകാൻ കഴിയുള്ളൂ. 1 മന്ത് ആണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്നുള്ളതും ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, ചോദിക്കൂ. എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബെസ്റ്റ് ആയി. നമുക്ക് കൃത്യമായിട്ട് കണ്ടു തന്നെ കൃത്യമായിട്ട് പറയാം. നിങ്ങളുടെ ഡൗട്ട്സ് ഹലോ സർ. ചോദിക്കൂ. ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല ഞാൻ, അതുകൊണ്ടാണ് ക്യാമറ ഓൺ ആക്കാത്തത്. സോറി ഓക്കെ, കേട്ടോ. പറയൂ. സർ, പിന്നെ മലപ്പുറം ജില്ലയിൽ എവിടെയാണ് സർ നിങ്ങളുടെ ലൊക്കേഷൻ വരുന്നത്? ഞാനൊരു മഞ്ചേരിയാണ്. മഞ്ചേരിയിൽ. ഓക്കെ, ഞാൻ മലപ്പുറം ജില്ലയാണ്, പരപ്പനങ്ങാടി ഭാഗത്താണ് അത് ചോദിച്ചത്. ഓ, ഓക്കെ ഓക്കെ. ഓക്കെ സർ, പിന്നെ ക്ലാസ് ഇപ്പൊ അപ്രോക്സിമേറ്റ് എന്ന പുതിയ ബാച്ച് സ്റ്റാർട്ട് ആവുന്നത്? ക്ലാസ് നമുക്ക് ഇനി ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിലാണ് നമ്മളിപ്പോൾ ഇപ്പൊ നിലവിൽ ഒരു ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏകദേശം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോടുകൂടി കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഓഗസ്റ്റ് ഫസ്റ്റ് ബാച്ച് ആവുമ്പോൾ ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. സർ, പിന്നെ നിങ്ങൾ പ്ലേസ്മെന്റ് അങ്ങനെ ഓഫർ ചെയ്യുന്നുണ്ടോ? ഇല്ല, അതൊരു അപ്സ്കില്ലിംഗ് കോഴ്സാണ്. പ്ലേസ്മെന്റ് നമ്മൾ ഗ്യാരണ്ടി ഓഫർ ഒന്നും ഓക്കെ കൊടുക്കുന്നില്ല. നമ്മളിവിടെ 1 ലക്ഷം രൂപ എടുത്ത് ഓക്കെ പഠിക്കുന്ന HR കോഴ്സിന് പോലും നമ്മൾ കൊടുക്കുന്നില്ല. അത് നമുക്ക് അങ്ങനെ മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റില്ല. ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല. പിന്നെ അപ്സ്കില്ലിംഗ് കോഴ്സ് അല്ലേ, ചെറിയ കോഴ്സാണ്. ഓക്കെ. നിലവിൽ HR ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആ അപ്പൊ ആ. ഇൻഫോ പാർക്കിന്നും ടെക്നോ പാർക്കിന്നൊക്കെ വർക്ക് ചെയ്യുന്ന HR മാരാണ് ഈ കോഴ്സ് എടുക്കുന്നത്. ഓ ഓ ഓ ഓ ഓ ഓ. ഓക്കെ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ചോദിച്ചോളൂ.
ഓക്കെ, നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. നിങ്ങളിപ്പോൾ എന്താണ്, വർക്ക് ചെയ്യാണോ അതോ പഠിക്കുകയാണോ, എന്താണ് ചെയ്യുന്ന ഓരോരുത്തരും? ഞാൻ ആ, ക്യാൻ പറയൂ. ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എന്റെ പേര് അബ്ദുൽ ഹസീബ്. ഞാൻ കാലിക്കറ്റ് ഒരു കമ്പനിയിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ അഡ്മിൻ കം എച്ച് ആർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇപ്പൊ നിലവിലെ എംപ്ലോയീസ് എണ്ണത്തിൽ കുറവാണ്. അതുകൊണ്ട് എന്താ പറയാ, അവരുടെ മാസ്റ്റർ കമ്പനിയുടെ പേറോൾ എനിക്ക് കിട്ടിയിരുന്നു, എക്സൽ ഷീറ്റിന്റെ. അപ്പൊ അതിൽ വെച്ചിട്ട് തന്നെ നമ്മൾ പേറോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. പക്ഷെ ഓക്കെ. പേ സ്ലിപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഉണ്ടാക്കാൻ ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് കണ്ടപ്പോൾ തൽക്കാലം പെൻഡിങ്ങിൽ വെച്ചു. അപ്പൊ ഓക്കെ. അതാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇത് കണ്ടപ്പോൾ ഇതിന്റെ പിന്നാലെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചത്. ഞാൻ മുമ്പ് ഓഫീസ് അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ ചെയ്തിട്ട് കുറച്ചായി. അപ്പൊ പേ സ്ലിപ്പ് ഉണ്ടാക്കാൻ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അതുകൊണ്ടാണ് ഇപ്പൊ അത് മീൻസ് നമ്മുടെ സാർ പറഞ്ഞ പോലെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ കീപ് അപ്ഡേറ്റഡ് ആവണല്ലോ എപ്പോഴും. അതെ. അതുകൊണ്ട് അതും കൂടി കണക്കിലെടുത്താണ് ഞാൻ ഇതിന് നോക്കിയത്. ഓക്കെ. ഓക്കെ. ഓക്കെ, അതെന്തായാലും അപ്സ്കിൽ ചെയ്യാന്നുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ കാലത്ത്. കാരണം പുതിയ കോഴ്സ് പഠിച്ചിറങ്ങുന്ന പുതിയ പുതിയ ആളുകളുണ്ട്. അവർ പുതിയ ടെക്നോളജിയും പുതിയ സോഫ്റ്റ്വെയർ ഒക്കെ പഠിച്ച് ഒരുപാട് ആളുകൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മാർക്കറ്റിൽ ഓൾറെഡി ഇല്ല ആളുകളാകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇതിന്റെ പുതിയ ടെക്നോളജി എന്താണെന്നുള്ളതും പുതിയ സോഫ്റ്റ്വെയർ എന്തൊക്കെയാണെന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ ഇയാളെ സംബന്ധിച്ച് ഇയാൾ പറഞ്ഞത് പേ റോൾ ചെയ്തിട്ടുണ്ട് പക്ഷെ പേ സ്ലിപ്പ് ജനറേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. പേ സ്ലിപ്പ് ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഒരു ടാസ്ക് ആണോ ചോദിച്ചാൽ ഇത് അറിയാത്ത ആളുകൾക്ക് വലിയ ടാസ്ക് ആണ്. പക്ഷെ ഇതിന് ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്, ഈസി മെത്തേഡുകൾ ഉണ്ട്. ഇപ്പൊ ഇയാൾ എക്സലിലാണ് ചെയ്യുന്നത് പറഞ്ഞു. എക്സലിന് അതേ മാസ്റ്റർ റോൾ വെച്ചിട്ട് തന്നെ നമുക്ക് വി ലുക്കപ്പും അതുപോലെ ബി ബി എന്ന് പറഞ്ഞ മെത്തേഡും വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ ഇയാൾക്ക് ഒരുപാട് പേ സ്ലിപ്സ് ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, എത്ര ആളുകളുണ്ട് അവർക്ക് പേ സ്ലിപ്പ് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനും അതുപോലെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവരുടെ മെയിലിലോട്ട് തന്നെ അത് അയച്ചു കൊടുക്കാനും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിന് ടെക്നിക്കൽ വേയിൽ അത് പഠിക്കണം എന്നുള്ളൂ. എക്സൽ ആണെന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അത് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ കവർ ചെയ്ത് പോകുന്നതാണ് അതൊക്കെ. ഓക്കെ, ഈ അടുത്ത ആരാണ്? അജീഷ്മ. അജീഷ്മ MC പറയൂ. ഹലോ. ഹലോ സാർ. ഹായ്. ഞാനിപ്പോ MBA കഴിഞ്ഞതാണ്. MBA ഓക്കെ. HR ആൻഡ് ഫിനാൻസ് കഴിഞ്ഞു. ഇപ്പൊ ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ. കുറെ സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോൾ പേറോൾ അറിയോ ലേബർ ലോസ് അറിയോ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. ഞാൻ ഓക്കെ. UAE നോക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കോഴ്സ് എടുത്താൽ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ. 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 ഓക്കെ സാർ. അപ്പൊ പേറോൾ ഒരു മസ്റ്റ് ആണ്. ഇപ്പോൾ പിന്നെ HR ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും പേറോൾ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാനും സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനും അതുപോലെ ഗവൺമെന്റ് വെബ്സൈറ്റിൽ പോയി ചെയ്യാനൊന്നും അധികം ആളുകൾക്കും അറിയില്ല. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും. ഓക്കെ, പിന്നെ ഇയാൾ UAE നോക്കുന്നുണ്ട്. UAE നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ലേബർ ലോ കൃത്യമായിട്ട് പഠിക്കണം. UAE ലേബർ ലോ. ഓക്കെ, UAE ലേബർ ലോ കംപ്ലീറ്റ്ലി നമ്മൾ ഇയാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. UAE ലേബർ ലോ കംപ്ലീറ്റ് മനസ്സിലാക്കി പഠിക്കണം. അതുപോലെ അതിൽ 74 ആർട്ടിക്കിൾസ് ഉണ്ട്. ഈ 74 ആർട്ടിക്കിൾസ് കൃത്യമായിട്ട് കവർ ചെയ്ത് പോകണം. അതിന്റെ ഒപ്പം പുതുതായിട്ട് വന്നിട്ടുള്ള WPSലോട്ടെയും അതുപോലെ മൊഹറയിലോട്ട് അതിലൊക്കെ വന്നിട്ടുള്ള ചേഞ്ചുകൾ കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ എങ്ങനെയാണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ജനറേറ്റ് ചെയ്യുക, F&F എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അതുപോലെ ഈ ഒരു ഓക്കെ കോഴ്സ് സാർ. കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ നമ്മൾ ഒരു ഇത് കൊടുക്കാറുണ്ട്. അതായത് UAE ജോബ് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാറുള്ളതാണ്. നമ്മൾ UAEത്തെ ജോബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതായത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിന്റെ ഒരു PDF നമ്മൾ കയ്യിലുണ്ട്. കൃത്യമായിട്ട് നമ്മൾ ഇവിടുന്ന് അധിക HR ഒരു 40 ക്വസ്റ്റ്യൻസിന്റെ PDF ആണ്. യൂഷ്വലി അത് ആ ഒരു ചോദ്യത്തിൽ നിന്ന് എന്തായാലും ഒരു 3 ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വരും. Okay. അതിന്റെ PDF നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ആളുകൾ. അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും. ഓക്കെ. ഓക്കെ സാർ. ഓക്കെ, നമ്മൾ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞങ്ങൾ UAE വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇയാളൊന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ. ഓക്കെ, അടുത്ത റിഷാന. ഹായ്, ഹായ്. ഞാനിവിടെ ഒരു കമ്പനിയിൽ ജൂനിയർ HR എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യാണ്. പേറോൾ തന്നെയാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഈ ലേബർ ലോസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്യാന്ന് ഓർത്തെ. ഓക്കെ. ആ, ഓക്കെ, ഇയാളെ വീട് എവിടെ അപ്പോ? കളമശ്ശേരി, എറണാകുളം. ഓക്കെ. 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 ഓക്കെ, അപ്പോൾ ലേബർ ലോ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ 14 ലേബർ ലോസ് ആണ് കവർ ചെയ്യുന്നത്. അത് പേറോൾ സംബന്ധിച്ച ലേബർ ലോസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. മൊത്തം ലേബർ ലോ നമുക്ക് കവർ ചെയ്യാൻ കഴിയില്ല ഇന്ത്യത്തെ എന്തായാലും. നമ്മൾ പേറോളുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന 14 ലേബർ ലോസ് ഉണ്ട്. ആ ലേബർ ലോസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിൽ മിനിമം വേജ് ഉണ്ട്, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് ഉണ്ട്, അതുപോലെ എന്താണ് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്, ഫാക്ടറീസ് ആക്ട്, അതുപോലെ EPF ആക്ട്, ESI ആക്ട്, ബോണസ് ആക്ട്, അതുപോലെ ഗ്രാറ്റുവിറ്റി ആക്ട്, ഓക്കെ, ലേബർ വെൽഫെയർ ഫണ്ട് ആക്ട്,
ഓക്കെ, പിന്നെ ഇൻകം ടാക്സിന്റെ മറ്റു കാര്യങ്ങൾ, TDS-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടുകളും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കവർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇന്ത്യയിലെ പുതുതായിട്ട് വന്നിട്ടുള്ള ന്യൂ ലേബർ കോഡ് എന്തൊക്കെയാണല്ലോ, കോഡ് ഓൺ വേജസ്, അതുപോലെ എന്താണ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ലേബർ കോഡുകളുണ്ട്. ആ ലേബർ കോഡുകളെ കുറിച്ച് ഒരു ഓവർവ്യൂ ആണ് നമ്മളിതിൽ കംപ്ലീറ്റ്ലി ലേബർ ലോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത് പോകുന്നത്. ഓക്കെ. ഓക്കെ. പിന്നെ ഈ UAE-യിലേക്കുള്ള വേക്കൻസീസ് കാര്യങ്ങളൊക്കെ ചാനൽ ത്രൂ അറിയാൻ പറ്റുമെന്ന് ആള് പറഞ്ഞിരുന്നു, ആ എന്നെ കണക്ട് ചെയ്ത ആള്. അപ്പൊ അത് എങ്ങനെയാ? നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെ നമ്മൾ മെയിൻലി വലിയ വേക്കൻസീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതായത് വലിയ വേക്കൻസി എന്ന് പറഞ്ഞാൽ കമ്പനികൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് പറയുന്ന വേക്കൻസീസ്, റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസീസ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ചില വേക്കൻസീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസൾട്ടൻസി ഫീസ് അടച്ചിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഓക്കെ, നമ്മൾ UAE ഒരു കൺസൾട്ടൻസിയും കൂടിയാണ്. അപ്പോൾ ഈ കൺസൾട്ടേഷൻ ഫീസ് ഒക്കെ അടിച്ചതിന് ശേഷമാണ് നമ്മൾ UAE വേക്കൻസീസ് പിന്നെ വേറെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ മെയിൻ കമ്പനീസ് പബ്ലിഷ് ചെയ്യുന്ന വേക്കൻസീസ് ഒക്കെ ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 72,000 ആളുകളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. ഫിറ്റ് മൈ ജോബ് എന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും. ഓക്കെ, ഓക്കെ. അതിൽ കൃത്യമായിട്ട് എല്ലാ വേക്കൻസീസും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഇന്റേണൽ പോസ്റ്റിംഗ് ഉണ്ടാവും, ഇന്റേണൽ വേക്കൻസീസ് വരും. അതിന് നമ്മളിപ്പോൾ ചാർജ് ഒക്കെ ഈടാക്കിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഓക്കെ. അടുത്ത് ശില്പ. ഹലോ. ഹായ്. ഞാൻ UAE വർക്ക് ചെയ്യണ്ടായിരുന്നു. ഞാൻ ഇന്ത്യയിലും UAE-ലായിട്ട് വർക്ക് ചെയ്യണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കരിയർ ബ്രേക്ക് എടുത്തിരിക്കുക. അപ്പൊ ഇനി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ കൂടുതൽ മെയിനായിട്ട് UAE ലേബറിലോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്യാൻ വിചാരിച്ചത്. ഓക്കെ, ഒന്നുപാടെ ഉറക്കിന് സൗണ്ട് എത്ര കൂട്ടി പറഞ്ഞാൽ. ഹലോ, ഇത് കേൾക്കുന്നുണ്ടോ? സൗണ്ട് വളരെ കുറവാണ്. ഇനി എനിക്ക് മാത്രമാണോ? ഹലോ. ഹലോ ഹലോ, ആ പറയൂ പറയൂ. അല്ല, ഞാൻ UAE വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലും അങ്ങനെയൊക്കെ ആയിട്ട് അറൌണ്ട് 3 years of എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു കരിയർ ബ്രേക്ക് എടുത്തിരിക്കും, ഒരു 6 മാസമായി. അപ്പൊ ഇനിയിപ്പോ UAE-ലേക്ക് നോക്കണം. അപ്പോ UAE ലേബർ ലോ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പേറോൾ പ്രോസസ്സിംഗ്, സോഹോ മെയിൻലി ഓക്കെ അത്. ഓക്കെ, അപ്പൊ ഇയാൾ അതിലൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ, ഇയാൾക്ക് എന്തായാലും ബെസ്റ്റ് ചോയ്സ് തന്നെ ആയിരിക്കും ഇത്. ഓക്കെ, ഇയാൾ എന്തായാലും നോക്കി നോക്കൂ. ഇയാൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യും. നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ചെറിയ എമൗണ്ട് അടച്ചിട്ട് ജോയിൻ ചെയ്താൽ മതി. എന്നിട്ട് നമ്മളെ ക്ലാസ് കണ്ടിട്ട് ഫസ്റ്റത്തെ ഒരു 2 ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കൂ. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റീഫണ്ട് തരുന്നതാണ്. ഓക്കെ, ഞങ്ങളുടെ പ്രോഡക്റ്റിൽ ഞങ്ങൾക്ക് അത്രയും വിശ്വാസമുണ്ട്. ഞങ്ങളുടെ കോഴ്സ് അത്രയും ഡിസൈൻ ചെയ്ത് ഞങ്ങൾ ഉഷാറായിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും ഓക്കെ ആണെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ധാരണ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചില ആളുകൾക്ക് ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് വാങ്ങിയിട്ട് പോകാവുന്നേ ഉള്ളൂ. ഓക്കെ, ഞങ്ങൾക്ക് അത്രയും ട്രസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ പ്രോഡക്റ്റിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ബുക്ക് ചെയ്ത് വെച്ചോളൂ. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ കോഴ്സ്. കാരണം നമ്മൾ 10 ആൾക്കാരെ എടുക്കുള്ളൂ ഒരു ബാച്ചിലോട്ട്. ഓക്കെ, ഈ 10 ആൾക്കാരെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ബാച്ചിലോട്ട് എടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾക്ക് അടുത്തൊരു ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഫീസും വർദ്ധിക്കും. അപ്പൊ അത് കാരണം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കിയിട്ട് ഓക്കെ ആണ്, നിങ്ങൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ റെഡി ആവും. ഓക്കെ, പിന്നെ ലിങ്ക്ഡിനിലും മറ്റോടത്തൊക്കെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിന്റെ ഒരു ഡൗട്ട് സർട്ടിഫിക്കറ്റ്. ഉണ്ട്. പറയൂ, ചോദിക്കൂ. മറ്റേ ഈ WPS പ്രോസസ്സിംഗ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുമോ? WPS പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഈ WPS എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിന്റെ ചാനൽ വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ WPSന്റെ വെബ്സൈറ്റ് കയറി ബാങ്കിന്റെ ചാനൽ വഴിയാണ്. നമ്മളിപ്പോ എന്താ വെച്ചാൽ എമറൈറ്റ്സ് NBD എന്ന് പറഞ്ഞ ബാങ്ക് അറിയോ? എമറൈറ്റ്സ് എന്താണ്? NBD, എമറൈറ്റ്സ് NBD. അറിയാം. അറിയാം. ആ ബാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്. ആ ഒരു ക്ലാസ് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ ഓക്കെ. എമറൈറ്റ്സ് NBD എന്ന് പറഞ്ഞ ഒരു ബാങ്ക് ഉണ്ട്. ആ ബാങ്ക് ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് WPS വഴി പ്രോസസ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിലൂടെ നമ്മൾ എന്താ വെച്ചാൽ SIFന്റെ ഒരു ഫോം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ WPSന്റെ അക്കൗണ്ടിലോട്ട് നമ്മൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഡിഡക്ട് ചെയ്ത് പോകും. അപ്പൊ അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരും. എങ്ങനെയാണ് ഈ SIF ഫോം ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു തന്നു പോവുക. ഓക്കെ ഓക്കെ. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? സർ, ഇന്നിപ്പോ ക്ലാസ് എന്തെങ്കിലും ജസ്റ്റ് ഒരു ഡെമോ എന്തെങ്കിലും എടുക്കുമോ? ഡെമോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഞാൻ എനിക്ക് ചോദിച്ചേ ഉള്ളൂ. ഓക്കെ. സർ, പിന്നെ ഈ എക്സൽ ക്ലൗഡിൻ്റെത് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ?
എക്സൽ ക്ലൗഡ് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എക്സൽ കോഴ്സ് മാസ്റ്ററി പ്രോഗ്രാമിന്റെ കോഴ്സിലുണ്ട്, അതിൽ വേറെയാണ്. ഓക്കെ. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. എക്സൽ ഓർമ്മ വന്നപ്പോ അഡ്വാൻസ്ഡ് ചോദിച്ചു വന്നോളൂ എക്സലിന്റെ കാര്യം. ഓക്കെ, എക്സൽ അഡ്വാൻസ്ഡ് മാസ്റ്ററി പ്രോഗ്രാം ഉണ്ട്, അതിലാണ് ആ കോഴ്സ് വരുന്നത്. ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ കാണിച്ചു തരാം നമ്മൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്ന സ്ട്രക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, 1 മിനിറ്റ്. നമ്മൾ ഇങ്ങനത്തെ ഒരു PPT ആണ് ഫസ്റ്റ് ഇടുക. എന്നിട്ട് കൃത്യമായിട്ട് ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ അജണ്ടകൾ, ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിപ്പിക്കാൻ പോകുന്നത് പറഞ്ഞു തരും. ഇപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഫസ്റ്റ് ഡേ നമ്മൾ കവർ ചെയ്യാൻ പോവുക. ഓക്കെ, ഫസ്റ്റ് ഡേ നമ്മൾ വാട്ട് ഈസ് പേറോൾ എന്താണെന്നുള്ളത്, അതുപോലെ ഇതിന്റെ എന്താണ് ഗ്രോസ് പേ എന്താണ്, നെറ്റ് പേ എന്താണ്, അതുപോലെ പേറോൾ കോമ്പണൻസ് എന്തൊക്കെയാണ്, പേറോൾ പ്രോസസ് എന്തൊക്കെയാണ്, സാലറി സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്, പേറോൾ റെക്കോർഡ്സ് ആൻഡ് കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്സ് എന്ന് പറയും. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെക്ഷൻ ബേസ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, പിന്നെ അതിന്റെ ഏർണിങ്സ്, ഡിഡക്ഷൻസ്, എംപ്ലോയർ കോൺട്രിബ്യൂഷൻസ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ഏകദേശം 1.5 മണിക്കൂറിന്റെ സെക്ഷനാണ് ഉണ്ടാവുക. ഓക്കെ, ചില ദിവസങ്ങളിൽ 2-3 മണിക്കൂറിലോട്ടും ഇത് പോകാറുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് എടുക്കുക. ക്ലാസ് എടുക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞല്ലോ, നിങ്ങൾ ജസ്റ്റ് ഒരു പേയ്മെന്റ് അടിച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. ഫസ്റ്റത്തെ 2 ക്ലാസ് കണ്ടു നോക്കൂ. നിങ്ങൾ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീവ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാനത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു എൻഡിങ് ഇല്ലാതെ നിർത്താൻ കഴിയില്ല. ഞാൻ പറഞ്ഞ് പോകേണ്ടി വരും കുറച്ച് പാടങ്ങോട്ട് വൈഡ് ആയിട്ട്. അപ്പൊ അത് കാരണമാണ് ഞാൻ ക്ലാസ് എടുക്കാത്തത്. നിങ്ങൾ ക്ലാസ്സിൽ ഇപ്പൊ ചെറിയൊരു എമൗണ്ട് അടച്ചിട്ട് ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഓക്കെ അല്ലാണ്ട് റീഫണ്ട് തരുന്നതാണ്. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റും നമ്മുടെ സർവീസും ഇങ്ങനെയാണ്. നിങ്ങൾ ഇത് കമ്പയർ ചെയ്തോളൂ, വേറെ ഏത് അക്കാദമി വെച്ചും നിങ്ങൾ കമ്പയർ ചെയ്തോളൂ, വേറെ ഏത് കോഴ്സ് വെച്ചിട്ടും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ വേറെ അക്കാദമികളൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ കോഴ്സ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് അത്രക്കും വാല്യുബിൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. നമ്മൾ ഈ സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എക്സലിലും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് പേറോൾ പ്രോസസ് ചെയ്യേണ്ടതെന്നുള്ളതും സാലറി സ്ലിപ്പ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും എങ്ങനെയാണ് ഇത് ഇവർക്ക് അയച്ചു കൊടുക്കേണ്ടതെന്നുള്ള കേസുകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗവൺമെന്റ് വെബ്സൈറ്റുകളിൽ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ESIയുടെയും EPFOന്റെയും ഗവൺമെന്റ് വെബ്സൈറ്റിൽ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇതിനേക്കാൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 1 മന്ത് ട്രെയിനിങ്, അത് ഈ ഒരു ഫീസിൽ, അത് 2 രാജ്യത്തിന്റെ ഒന്നിച്ച്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണ്, ഇതിനേക്കാൾ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് ജോയിൻ ചെയ്തോളൂ. ഓക്കെ, പിന്നെ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞില്ല ഫീസ് 6,999 ആയിരിക്കും. അതാണ് ഇപ്പോഴത്തെ ഓഫറിൽ പോകുന്ന ഫീസാണിത്. ഇത് ഇനി അടുത്ത മാസത്തൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഇത് വർദ്ധിക്കും. ഓക്കെ, നമ്മൾ ഇതിന്റെ ഒരു എന്താണ് പറയാ, ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഈ സാധനത്തിന്റെ പ്രൊഡക്റ്റിനൊക്കെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മൾ കോഴ്സിന്റെ ഫീസ് കൂട്ടും. ഓക്കെ, നമ്മൾ 15 ദിവസത്തിന്റെ ഫീസായിരുന്നു ഇപ്പോൾ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ 1 മന്ത് ആക്കിയിട്ടുണ്ട് കോഴ്സ്, പക്ഷെ ഫീസ് നമ്മൾ കൂട്ടിയിട്ടില്ല. കൃത്യമായിട്ട് ഇപ്പോഴും ആ ഫീസ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ അക്കാദമിക് കൗൺസിലേഴ്സിന് മെസ്സേജ് അയക്കുക. ഞാൻ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗ്രൂപ്പിലോട്ട് അതിന്റെ ഗൂഗിൾ ഫോം ഇട്ട് തരാം, അഡ്മിഷൻ ഫോം. അത് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളവർ മാത്രം എന്ത് ചെയ്യുക, അത് ഫില്ല് ചെയ്യുക. അപ്പൊ നമ്മൾ അക്കാദമിക് കൗൺസിലേഴ്സ് കണക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് പിന്നീട് അവരെന്ത് ചെയ്യാം, നിങ്ങളായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പേറോളുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. അതുപോലെ നിങ്ങൾ ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ, നിലവിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഇപ്പോൾ എക്സലും ഇതുമായിട്ട് പേറോളുമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചോദിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ കോഴ്സ് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പിന് വേണമെന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ ആ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഞാൻ ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആണ്. നിങ്ങൾ ഹെൽപ്പ് ചെയ്യണമെന്ന് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്തോളൂ കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ, പുതിയ ലേബർ ലോ പ്രകാരം ഒരു വ്യക്തിയുടെ ബേസിക് സാലറിയുടെ എത്ര പെർസെന്റേജ് ആണ് HR വരുന്നത്? ബേസിക് സാലറി 50% കൊടുക്കണം എന്നുള്ളതാണ്. CTCന്റെ 50% ബേസിക് സാലറി എത്തിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ HR എത്ര പെർസെന്റേജ് കൊടുക്കണം എന്നുള്ളത് അത് കമ്പനികൾ ഇപ്പോൾ യൂഷ്വലി കൊടുക്കാറുള്ളത് 40% ആണ് അധികം കമ്പനികൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. HR ഒക്കെ നമുക്ക് ഇത്ര പെർസെന്റേജ് കൊടുക്കണം എന്ന് പറഞ്ഞ കമ്പനിക്ക് റൂളൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ബേസിക് സാലറി ആണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്ത് 50% വരണം എന്നുള്ളത്. ഓക്കെ, അത് കാരണം എന്താ വെച്ചാൽ അത് ടാക്സ് വെട്ടിക്കുന്ന കേസ് കൊണ്ടാണ് അവർ 50%-ലോട്ട് എത്തിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ ടാക്സ് വെട്ടിക്കുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു ആദ്യം. ഓക്കെ,
നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് രണ്ട് ടാക്സ് റെജീംസ് ഉണ്ട്. രണ്ട് ടാക്സ് റെജീംസ് ഉള്ളത് കാരണം തന്നെ നമ്മൾ അലവൻസുകൾക്ക് ടാക്സ് അടക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഓൾഡ് ടാക്സ് റെജീം പ്രകാരം. അപ്പോൾ ആളുകൾ എന്താ വെച്ചാൽ അലവൻസ് കൂട്ടി വാങ്ങും, ഈ ബേസിക് സാലറി കുറച്ച് വാങ്ങും. അപ്പോൾ ടാക്സ് അടക്കാതെ രക്ഷപ്പെടാന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ബ്രേക്ക് ചെയ്യണം, അത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു സാധനം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതിന്റെ ബാക്കിൽ കുറെ ബാക്ക് ആൻഡ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്തത് കാരണമാണ് അങ്ങനെ 50% ബേസിക് സാലറി എന്തായാലും എത്തിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ന്യൂ ലേബർ കോഡിലാണ് ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഓക്കെ. വേറെ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഓക്കെ അടിക്കാന്നുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ സർ, ഞാൻ റിലീവ് ചെയ്യണേ. ഓക്കെ. 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 താങ്ക് യു ആൾ.